എല്ലാവർക്കും ഒരു സംശയമാണ്, ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാൻ പറ്റുമോ? നമുക്ക് എത്രമാത്രം ലാംഗ്വേജ് അറിയാം അത്രയും ആ കൺട്രിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ. ജർമ്മനിയിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തേക്കുന്നത് അവിടുത്തെ ഫ്രീ എഡ്യൂക്കേഷനാണ്. ഇവിടെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേനും അവിടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. 38 എന്ന് പറയുന്ന ഒരു ഏജിലാണ് മിസ് ഇവിടെ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഇത്രയും പ്രായമായില്ലേ, എനിക്കിനി പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഷിഫ്റ്റ് അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട്, ഞാനിത് ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി നേഴ്സസിനെ നമുക്കറിയാം. ഹായ്, ഈ വർഷത്തെ IILT ആൻഡ് ട്വിൻസ് അബ്രോഡ് സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടികളുടെ നടുക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ഈ ഒരു അവസരത്തിൽ നമ്മളോട് കൂടെ ഉള്ളത് വളരെയേറെ പ്രത്യേകതകളുള്ള 3 പെൺപുലികളാണ്. അവരുടെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ വളരെയേറെ കഷ്ടപ്പാടുകളും സഹനങ്ങളും സാക്രിഫൈസിലൂടെയൊക്കെ കടന്നുപോയി ഇന്ന് ഈ ഒരു അവസരത്തിൽ അവരവരുടെ ഡ്രീം ഡെസ്റ്റിനേഷനായ ജർമ്മനിയിലേക്കുള്ള വിസ കൈവരിച്ചിരിക്കുന്ന ഒരു അവസരമാണ്. സോ നമുക്ക് അവരുടെ കഥകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് അവരെ ഓരോരുത്തരായി പരിചയപ്പെടാം. എൻ്റെ പേര് ശ്യാമ മോഹൻ. ഞാൻ IILTയിൽ ജർമ്മൻ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് ആൻമരിയ തോമസ്. ഞാൻ IILTയിലെ ജർമ്മൻ ട്യൂട്ടറാണ്. ഹായ്, എൻ്റെ പേര് ലിയ ബോബി. ഞാൻ IILTയിലെ ജർമ്മൻ ട്രെയിനറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോരുത്തരുടെ ജീവിത കഥയിലേക്കും അവരുടെ സക്സസ് സ്റ്റോറിയിലേക്കും നമുക്ക് ഓരോന്നായിട്ട് കടക്കാം. സോ ആദ്യമായിട്ട് മിസ് ലിയ ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ വിസ വന്നിരിക്കുന്ന ആളാണ്. സോ ലിയ, ഏത് പ്രോഗ്രാമിലേക്കാണ് ലിയക്ക് വിസ വന്നിരിക്കുന്നത്? എന്താണ് ആ പ്രോഗ്രാം? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഞാൻ ആക്ച്വലി ഔപെയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനാണ് കയറി പോകുന്നത്. അതൊരു 1 ഇയർ പ്രോഗ്രാമാണ്. എനിക്ക് ആക്ച്വലി PG ചെയ്യാനായിട്ടാണ് ആഗ്രഹം, പക്ഷേ ഇതൊരു പാത്വേ പോലെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല, ഇത് ഒരു ഫാമിലിയിൽ ചെന്ന് അവരോടൊപ്പം താമസിച്ച് നമുക്ക് അവരുടെ കൾച്ചറും അതുപോലെ തന്നെ അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ ലാംഗ്വേജ്, മോർ ഇമ്പോർട്ടൻ്റ്ലി അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് അവിടെ ജർമ്മൻസിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാൻ കയറി പോകുന്നത്. ഇപ്പം ലിയ ഈ ജർമ്മനി എന്ന് പറയുന്ന കൺട്രി അട്രാക്റ്റഡ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്തായിരുന്നു? ജർമ്മനി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം കൺട്രിയാണ്. മാത്രമല്ല, ജർമ്മനിയിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തേക്കുന്നത് അവിടുത്തെ ഫ്രീ എഡ്യൂക്കേഷനാണ്. അതേപോലെ തന്നെ അവിടുത്തെ കൾച്ചറും അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. ഓക്കെ, ഇപ്പം ലിയ ജർമ്മൻ പഠിച്ചിട്ടാണോ പോകുന്നത്? ഇപ്പം പഠിക്കാനാണോ ഔപെയർ പോകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടെ എന്താണ്, ഏത് ലെവലാണ് കംപ്ലീറ്റ് ചെയ്തത്? അവിടെ ചെന്നിട്ട് ഇനി ഏതൊക്കെ ലെവൽസ് ആണ് പഠിക്കാൻ പോകുന്നത്? അങ്ങനെയുള്ള കാര്യം. B2 വരെ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പക്ഷേ എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടേക്ക് വന്നു കഴിയുമ്പം അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട് ലാംഗ്വേജിന്. സോ ഞാൻ അവിടെ ജർമ്മനിയിൽ ചെന്നാലും A1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റീസൺ അവർ പറയുമ്പം, അതായത് ജർമ്മൻസ് നമ്മളെ ഡയറക്റ്റ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. മാത്രമല്ല, നമുക്ക് എത്രമാത്രം ലാംഗ്വേജ് അറിയാം അത്രയും ആ കൺട്രിയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ. ഇപ്പം ഏകദേശം ഏതൊരു വർഷമായിരിക്കും ജർമ്മൻ പഠിക്കാമെന്ന് ഉറപ്പിച്ച് അതിലേക്ക് ഇറങ്ങിയത്? ഞാൻ ആക്ച്വലി 2021 തൊട്ടുള്ള എൻ്റെ പ്ലാനിങ് ആണ്. പക്ഷേ അത് ഇപ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങിയതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നു. അതെ, കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ഞാൻ വീണ്ടും IILTയിൽ ജോലിക്ക് വരികയും ഞാനിവിടെ കൂടുതലായിട്ട് ജർമ്മനിൽ ഇൻവോൾവ് ആവുകയും ചെയ്തത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് പിന്നെയും മൂവ് ആവാനും അതേപോലെ തന്നെ സക്സസ് ആവാനും പറ്റി. അപ്പോൾ ഇതിന് ഏകദേശം എത്ര സമയം എടുത്തു കാണും? ഈ ഒരു 2021 to 2025 എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പാണല്ലോ. അപ്പോൾ ഈ സമയത്ത് പേഴ്സണലി അല്ലെങ്കിൽ ഫേസ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ലിയ ഫേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസ്, അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇത് പറയുവാണെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഓഡിയൻസിന്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ഓഫ് കോഴ്സ് അറിയും. അപ്പോൾ നമ്മളിത് ഡിലേ ആവുന്നതനുസരിച്ച് അവരാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, സൊസൈറ്റിയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അതൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. കാരണം എന്ന് പോവും, എപ്പോൾ പോവും, റെഡി ആയില്ല, ഈ ചോദ്യങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് ഞാൻ ജോലിക്ക് കയറിയത് പോലും. പക്ഷേ ഈ പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും അതിൻ്റെ ഒരു ഡ്യൂറേഷനും അധികം നാൾ നീണ്ടു നിന്നില്ല. പക്ഷേ ആ ഒരു ടൈം പീരീഡ് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. മാത്രമല്ല, നമുക്കിനി ഇത് പറ്റുമോ എന്നൊക്കെയുള്ള സിറ്റുവേഷൻ വരെ ഞാൻ ആലോചിക്കേണ്ടതായിട്ടും വന്നിരുന്നു. സോ ഇതുപോലെ ഒത്തിരി ആളുകളുണ്ട്. ഇപ്പം പല വർഷങ്ങളായി ജർമ്മൻ പഠിക്കാൻ തുടങ്ങി, അവർക്ക് മുന്നോട്ടൊരു എന്നാ പറയുന്നത്, ഒരു കുതിപ്പ് കിട്ടുന്നില്ല അവർക്ക്, അല്ലെങ്കിൽ ഒരു ജമ്പ് കിട്ടുന്നില്ല. പല റീസൺസ് ആയിരിക്കാം, പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ടച്ച് വിട്ടുപോയി, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? സോ അതുപോലെ ഇപ്പോൾ
ശ്യാമ മിസ്സിൻ്റെ കാര്യമാണെങ്കിലും ശ്യാമ മിസ്സിന് ഇപ്പം ഏജ് പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം 40 ആവുന്നു അല്ലേ? 39. ഓക്കെ, 38 എന്ന് പറയുന്ന ഒരു ഏജിലാണ് മിസ്സ് ഇവിടെ ജർമ്മൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? മിസ്സ് ബേസിക്കലി ഒരു BSc നേഴ്സാണ്. ആൻഡ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ്. അവിടെ എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ 2008 BSc നഴ്സിംഗ് പാസ്സായത്. അതിനുശേഷം എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് എനിക്ക് കുറച്ച് ഒരു 5-8 വർഷം ഗ്യാപ്പ് വന്നു. അപ്പം എനിക്ക് ഫുള്ള് എല്ലാമായിട്ടുള്ള ടച്ച് ശരിക്കും പോയായിരുന്നു. അപ്പം ഞാനിനി ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുക. ആ സമയം ഞാൻ OET ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കറിയാം അതിൻ്റെ സ്കോപ്പ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ജർമ്മനിലേക്ക് പോയി. പക്ഷേ ഇതെനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം ഇത്രയും ഗ്യാപ്പുണ്ട്. പിന്നെ എനിക്കും അത്രയും കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് പോകാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, എല്ലാവർക്കും ഒരു സംശയമാണ്, ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് 2 ആഴ്ച ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. പക്ഷേ അത് കഴിഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാം. അത് ഏജൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത് പ്രൂവ്ഡ് ആണ്. അതെ അതെ. അതായത് ഇപ്പം നമുക്ക് IILT ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു ഒരു 500,000 അടുത്ത് നമുക്ക് നേഴ്സസ് ഇവിടെ പഠിക്കുന്നുണ്ട്. പക്ഷെ പലരും നമ്മളുടെ മെൻറ്റർഷിപ്പിൻ്റെ ടൈമിലൊക്കെ നമ്മളോട് പറയുന്ന ഒരു മെയിൻ റീസണാണ്, ഇത്രയും പ്രായമായില്ലേ, എനിക്കിനി പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഷിഫ്റ്റ് അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നുണ്ട്, ഞാനിത് ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി നേഴ്സസിനെ നമുക്കറിയാം. സോ അവരോട് ശ്യാമ മിസ്സിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? ശരിക്കും അവർ എല്ലാവരും പറയും നമ്മൾ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വേറൊരു ലാംഗ്വേജാണ്, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, ഗ്രാമറൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിക്കണം. അതായത് ഇടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് ഇടുകയോ ചെയ്യരുത്. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ക്ലാസ് മിസ്സായാൽ അത് പക്ഷേ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, എല്ലാവർക്കും പറ്റും. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എല്ലാവർക്കും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ആൻമേരി മാം എല്ലാവർക്കും സുപരിചിതയാണ്. IILTയിലുള്ള ഒരുവിധം എല്ലാ നേഴ്സസും തന്നെ ആൻമേരി മിസ്സിൻ്റെ ക്ലാസ് വേണമെന്ന് പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. സോ മിസ്സിൻ്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഇപ്പം ഹൗസ് ബിൽഡിങ്ങിലേക്കല്ലേ പോകാനായിട്ട് ആയിരിക്കുന്നത്? അതെ അതെ അതെ, ഞാൻ ഈ വർഷം എനിക്കെല്ലാം ആയിട്ടുണ്ട്. ഈ വർഷത്തേന് പോകാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം ഏകദേശം ഏതൊരു പീരീഡിലാണ് ജർമ്മൻ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു? ആ ഒരു പുതിയൊരു ഭാഷയല്ലേ ജർമ്മൻ എന്ന് പറയുന്നത്. അപ്പം ഓഫ് കോഴ്സ് ആ ഒരു പേടി ഉണ്ടാവും. ഇപ്പം എത്ര നാളെടുക്കും പോകാനായിട്ട്, അല്ലെങ്കിൽ ഇത് പഠിച്ച് പാസ്സാവാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നോ? ഓക്കെ, ഞാൻ 2021 ജർമ്മൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ജർമ്മനെ പറ്റി ആർക്കും ഒത്തിരി അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 1 വർഷത്തോളം ജർമ്മൻ പഠിച്ചു. അതിനുശേഷം എക്സാംസ് ഒക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2023 തൊട്ടായിരുന്നു IILTയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇപ്പം റീസെൻ്റ്ലി ഒരു 3 വർഷമായിട്ട് ഞാൻ IILTയിൽ വർക്ക് ചെയ്യുമായിരുന്നു. കുറേ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു വന്നതായിരുന്നു. ബട്ട് ഇപ്പം ഞാനതെല്ലാം ഓവർകം ചെയ്ത് ജർമ്മനിയിലേക്ക് പോകാനായിട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, സോ ഈ ഒരു സന്തോഷം എന്താണ്? നിങ്ങൾ ഇത്രയും വർഷത്തെ, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് കുറേ സ്ട്രഗിൾ ചെയ്തു, കുറേ സമയം എടുത്തു, അല്ലെങ്കിൽ ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാമായിരുന്നല്ലോ ഇടയ്ക്ക് വെച്ച്. അപ്പം അതൊന്നും നോക്കാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നോട്ട് തന്നെ പോവാമെന്ന് തീരുമാനിച്ച ആ ഒരു ദൃഢനിശ്ചയത്തിന് പിന്നിലെ കരുത്ത് എന്തായിരുന്നു? മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ജർമ്മനി എന്ന് പറയുന്നത്. കാരണം ഇവിടെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേനും അവിടെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നഴ്സസ് ആണെങ്കിൽ പോലും ഇന്ത്യയും ജർമ്മനിയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും അവിടെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതുപോലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഫാമിലീനെയൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ജർമ്മനിയിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത്. സോ ഈ കാണുന്ന പ്രേക്ഷകർക്കും ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഇതൊരു എൻകറേജ്മെന്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളൊന്നും നമ്മൾ മുഖവിലയ്ക്ക് എടുക്കാതെ നമ്മളൊന്ന് എഫേർട്ട് ഇടാൻ റെഡി ആവുകയാണെങ്കിൽ ഇവരെ പോലെ നാളെയും അല്ലെങ്കിൽ അടുത്ത ഓണവും നിങ്ങൾക്ക് ജർമ്മനിയിൽ ആഘോഷിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ
ഉദാഹരണങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന 3 പേരും. സോ എനിക്കും IILTക്കും നിങ്ങളോട് പറയാനുള്ളത്, ഈ വർഷത്തെ ഓണം അവർ കേരളത്തിൽ ആഘോഷിച്ചു, അടുത്ത വർഷത്തെ ഓണം ഇവർ 3 പേരും ജർമ്മനിയിലാണ് ആഘോഷിക്കുന്നത്. സോ ഇവരെ പോലെ അടുത്ത ഓണം നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ട രാജ്യത്ത് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും IILT ആൻഡ് ട്വിൻസ് അബ്രോഡിൻ്റെ ഓണാശംസകൾ.